തോറ്റു പോവുകയാണ് രക്ഷിതാക്കന്മാർ മക്കൾക്ക് മുന്നിൽ. പുതിയൊരു കാലഘട്ടം അതാണ്. എന്തു ചെയ്യണമെന്നറിയാതെ, എന്തു മറുപടി പറയണമെന്നറിയാതെ മക്കൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ. ഒരുപക്ഷേ ഇന്നലെ ഞാൻ കണ്ട ഒരു പിതാവ് അതാണ്. വർഷങ്ങളോളം ഗൾഫിൽ താമസിച്ച് നാട്ടിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. 21 വയസ്സായ മകളുടെ പ്രേമത്തെക്കുറിച്ച് വീട്ടിലുള്ള ഉമ്മ അല്ലെങ്കിൽ ഭാര്യ അയാളിൽ നിന്നും അത് മറച്ചു വെച്ചു. ഇനി വാപ്പനെ പറഞ്ഞ് ടെൻഷൻ ആക്കണ്ട എന്ന് പറഞ്ഞ് 3-4 കൊല്ലമായി മകൾക്കുള്ളൊരു അവിഹിത ബന്ധം പിതാവിനെ അറിയിക്കാതെ കൊണ്ടു നടക്കുകയാണ് ഉമ്മ. പക്ഷേ ഇപ്പോൾ ഒരു വിവാഹം നടത്തിയേ പറ്റൂ എന്നുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ വാപ്പനെ അറിയിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ വാപ്പ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് അവൾ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഭയങ്കര പ്രതീക്ഷ. വാപ്പ വരട്ടെ എന്നറിയുമ്പോൾ ഞാൻ ചെന്നൊരു തീരുമാനം പറഞ്ഞാൽ അവൾ അംഗീകരിക്കുമെന്നാണ് അയാൾ തെറ്റിദ്ധരിച്ചത്. നാട്ടിലെത്തി 6 ദിവസമായിട്ടേ ഉള്ളൂ. അദ്ദേഹം മകളോട് സംസാരിച്ചു. മകളോട് സംസാരിക്കുമ്പോൾ മകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾക്ക് മറുപടി പറയാൻ കിട്ടണില്ല. അതാണ് അയാളുടെ പ്രശ്നം. അവളെ ഉപദേശിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. മോളെ, ഇങ്ങനത്തെ കല്യാണമൊന്നും പറ്റൂല, അവിഹിതമായ ബന്ധങ്ങളിലൂടെ വിവാഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അയാൾക്ക് കഴിയുന്ന പോലെയൊക്കെ ഉപദേശം കൊടുക്കുമ്പോൾ അവൾ എല്ലാറ്റിനും മറുചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് അയാൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അയാൾ എന്നോട് പറഞ്ഞു, ഇവൾ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തേക്ക് വന്നത് എന്നാണ്. എന്താണ് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ? അത്തരം നിരവധി ചോദ്യങ്ങളുടെ പിൻബലത്തിലാണ് നമ്മുടെ യുവസമൂഹം അവർ എന്താഗ്രഹിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ അതെല്ലാം പ്രവർത്തിക്കുന്നത്. ആ ഫലത്തിലാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്കൊരു മറുപടി പറഞ്ഞു കൊടുത്തു. അവൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള മുഴുവൻ മറുപടിയും പറഞ്ഞു കൊടുത്തു. അവൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവളുടെ അതേ പ്രായത്തിലുള്ള സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ അവളുടെ സുഹൃത്തായി കൂടെ ഉണ്ടായ, നിരന്തരമായി ഫോൺ ചെയ്ത് ഒരു ഭർത്താവിനെ പോലെ അവൻ്റെ സംരക്ഷണത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവൾക്ക് അയാളെ വിവാഹം കഴിക്കണം. അതിനു വേണ്ട ന്യായങ്ങളാണ് അവൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ന്യായങ്ങൾക്കാണ് പിതാവിന് മറുപടി പറയാൻ പറ്റാത്തത്. അവൾ ചോദിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രേമവിവാഹം നടന്നിട്ടുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 3 കൊല്ലമായില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ എന്താ എൻ്റെ വിവാഹം മാത്രം പ്രശ്നമാകും എന്ന് പറയാൻ എന്താണ് പ്രശ്നം? പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും വല്ല കിതാബിലോ ഹദീസിലോ ഖുർആനിലോ 20 വയസ്സായ പെൺകുട്ടിക്ക് 20 വയസ്സായ പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്നുള്ളതിന് വല്ല ഹദീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാപ്പ കാണിച്ചു തരും, ഞാൻ സമ്മതിക്കാം. അവൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ അവളോട് പറയാനുള്ളത് എന്താണ് ഇത് മോളെ, ഒരു നിലക്കും പുറത്തുള്ള ഒരു അന്യപുരുഷനോട് ഈ രൂപത്തിലുള്ള ബന്ധങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ തിരിച്ചു ചോദിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ കല്യാണം നടത്തിത്തരാത്തത് എന്ന് ഉപ്പ പറഞ്ഞിട്ടില്ല, ഉമ്മ പറഞ്ഞിട്ടില്ല. അപ്പുറത്തിരിക്കണ വാപ്പനെയും ഉമ്മനെയും വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇവൾക്ക് ഇങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടായത് കൊണ്ടാണ് കല്യാണം നടത്താത്തത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേന്ന്. അപ്പോൾ പറഞ്ഞ അത് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വയസ്സിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, വാപ്പ സമ്മതിച്ചാലും ഉമ്മ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും എല്ലാം ഒരു വസ്തുത നിന്നോട് പറയാം. ഈ വസ്തുത അവളോട് മാത്രം പറയുന്നതല്ല, എൻ്റെ യുവ സുഹൃത്തുക്കളോടും രക്ഷിതാക്കളോടും എല്ലാവരോടും പറയുന്ന മറുപടിയാണ്. അത് പ്രേമത്തിൽ പെട്ടുപോയ മകളെ ഉപദേശിക്കുവാനുള്ള മറുപടിയുമല്ല. നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി അറിയേണ്ട മറുപടിയാണ് സുഹൃത്തുക്കളെ ആ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ ഒന്നാണല്ലോ ദാമ്പത്യ ജീവിതം. ആ ദാമ്പത്യ ജീവിതത്തിന് ഇസ്ലാമിന് നിർദ്ദേശങ്ങളൊന്നും പറയാനില്ലേ? മനുഷ്യൻ്റെ ജീവിതം സമാധാന ശാന്തി നിറഞ്ഞതാവാൻ വ്യക്തി ജീവിതത്തിൻ്റെ ചെറിയ തലം മുതൽ സാമൂഹിക ജീവിതത്തിൻ്റെയും ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും ഒരു രാഷ്ട്രത്തിൻ്റെയും എല്ലാറ്റിനെക്കുറിച്ചും പറയാനുള്ള ഇസ്ലാമിന് കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും പറയാനില്ലേ? ചിലത് പറയാനുണ്ടല്ലോ സുഹൃത്തുക്കളെ. ആ നിയമങ്ങളെ അതിജയിച്ചുകൊണ്ട്, ആ നിയമങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ആ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണല്ലോ നീ ഇപ്പോൾ വാപ്പയോട് വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പൊരുൾ. എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, പൂർണ്ണ സമ്മതത്തോടെ, പൂർണ്ണ മനസ്സോടുകൂടെ, പൂർണ്ണ ഇഷ്ടത്തോടുകൂടെ
ഈ വാപ്പയും ഉമ്മയും നിന്നെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? അവൾ പറഞ്ഞു ഇല്ല. എങ്കിൽ വാപ്പയെയും ഉമ്മയെയും മനസ്സിനെ വേദനിപ്പിക്കുക എന്നതിനേക്കാളും വലിയൊരു തെറ്റെന്തെങ്കിലും ഉണ്ടോ? ഉഖൂഖുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ക എന്ന് പറഞ്ഞാൽ അറുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് കുട്ടി ജനിച്ച 7ാമത്തെ ദിവസം അഖീഖ അറുക്കുക എന്ന് പറയുമ്പോൾ അഖീഖ എന്ന് പറഞ്ഞാൽ അറിവാണ്. അതേ വാക്കാണ് മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം. ഏറ്റവും വലിയ അക്ബറുൽ കബായിർ, മഹാപാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ഒന്ന് അൽ ഇശ്റാഖു ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കുക. രണ്ടാമത്തെ എന്താണ്? ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ മനസ്സുകളെ വേദനിപ്പിക്കുക എന്നാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നിന്റെ കല്യാണം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിന്റെ മാതാവും പിതാവും അംഗീകരിച്ചു എന്ന് തന്നെ സമ്മതിച്ചാലും മരണം വരെ നിന്റെ ഈ വിവാഹത്തെ തൃപ്തിപ്പെട്ടു തരാൻ നിന്റെ മാതാപിതാക്കൾക്ക് പറ്റില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് മനപ്പൊരുത്തമില്ലാത്ത, അവരുടെ മനസ്സ് സംതൃപ്തമാവാത്ത ഒരു വിവാഹത്തിൽ നിനക്ക് വിജയം കിട്ടുമെന്ന് നീ പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട്? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്ന് പറയുമ്പോൾ കുട്ടി, നിനക്ക് എങ്ങനെ നിന്റെ ജീവിതത്തിൻ്റെ ഭാവിയിൽ മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടുമെന്നാണ്.